അബൂബക്കർ മഹാനവറുകൾ എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോഴേക്ക് കാര്യത്തിൽ വന്നത് എന്തിനായിരുന്നു പിന്നീട് ഞങ്ങളെ തമ്മിൽ ആ വെട്ടിക്കളഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞങ്ങൾ അകന്നു പോയാൽ മാത്രമേ ഇവിടെ വിദേശത്തുകാർക്ക് കടന്നുവരാൻ കഴിയുകയുള്ളൂ എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയതിൻ്റെ പേരാണ് അങ്ങനെ ഉണ്ടായത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം വിതുമ്പിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. വളരെ വാർദ്ധക്യ ദശയിൽ അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തെ വളരെ ഗൗരവമായി നമ്മൾ എടുക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എന്നെ സമസ്തയിലേക്ക് കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹം എന്നെ വിളിച്ചു, എന്നിട്ട് ഞങ്ങളെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ സമസ്തയിലെത്തുന്നത്. പിന്നെ ഞാനും EK അബൂബക്കർ മുസ്ലിയാരും രണ്ടുപേരും സുന്നത്ത് ജമാഅത്തിൻ്റെ ഈ രംഗത്ത് ശക്തമായി മുന്നോട്ട് പോയാൽ അത് ഒരിക്കലും നവീനവാദികൾക്ക് ദഹിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും ഞങ്ങൾ രണ്ടാളെയും തെറ്റിച്ചാൽ മാത്രമേ നവീനവാദികൾക്ക് ഇവിടെ കടന്നു വരാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ചില ആളുകളാണ് ഞങ്ങളെ രണ്ടുപേരെയും തെറ്റിച്ചത് എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇന്നലെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, വർഷങ്ങളേറെ കഴിഞ്ഞു പോയി. ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു പിളർപ്പിൻ്റെ പേരിൽ സുന്നികൾ അനുഭവിച്ചു. ഒരുപാട് പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങളുണ്ടായി. ഒരുപാട് മഹല്ലുകളിൽ പ്രശ്നങ്ങളുണ്ടായി, കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായി, സ്ഥാപനങ്ങൾ പ്രശ്നങ്ങളുണ്ടായി. ഇങ്ങനെയെല്ലാം സംഭവിച്ച വർഷങ്ങളായിരുന്നു കടന്നു പോയിരുന്നത്. നമുക്കൊക്കെ വളരെയധികം അത് ഓർക്കുമ്പോൾ തന്നെ വേദനയുളവാക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു പിളർപ്പ് സംഭവിക്കരുതേ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ച കാര്യമാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തന്നെ അദ്ദേഹത്തിൻ്റെ വഫാത്തിന് മുന്നോടിയായി ഈ പിളർപ്പ് അവസാനിക്കണമെന്നും സുന്നികൾ ഒന്നാകണമെന്നും അതിയായി ആഗ്രഹിച്ചിരുന്നുവെന്നും സുന്നി ഐക്യം അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ അജണ്ടയിൽ ഉണ്ടായിരുന്നുവെന്നും പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് അതിയായി വേദനയുണ്ടായിരുന്നു എന്നും അദ്ദേഹത്തോട് സഹവസിച്ച പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഒരുപാട് ഐക്യ ശ്രമങ്ങൾ നടന്നു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ ഇടപെട്ടുകൊണ്ട് തന്നെ, മുൻകൈ എടുത്തുകൊണ്ട് തന്നെ പല ചർച്ചയ്ക്കും നേതൃത്വം നൽകി. സുന്നി ഐക്യം പൂവണിയണമെന്ന് അവരാഗ്രഹിച്ചതുകൊണ്ടാണ് അതിന് അവർ തീരുമാനിച്ച് അതിനെ സമിതിയെപ്പോലും നിശ്ചയിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. ഈ ഒരു സാഹചര്യത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഈ പ്രസ്താവനയ്ക്ക് ഒരു മറുപടിയായിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ മറുപടിയാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അപ്പം ഈ പ്രസ്താവന എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്, സ്വാഗതം ചെയ്യുന്നുണ്ട്? അല്ല, അതങ്ങനെ ഐക്യം വേഗം പുലരണം എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അതിനല്ലേ ഞാനും പറഞ്ഞത്. ഐക്യം പുലരാൻ ആവശ്യമാകുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അതിന് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതിൻ്റെ പിറപ്പിൻ്റെ കാരണക്കാരാരാന്നുള്ളത് അത് അവരും ആവാം, നവീന പ്രസ്ഥാനക്കാരും അല്ലാത്തവരൊക്കെ ആവാം, ആരും ആവാം. ആര് അവരെന്ന് പറഞ്ഞാല് അവരെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നവീന പ്രസ്ഥാനക്കാരെ പറ്റി മാത്രമല്ല, അതിൽ പലരും അതിന്റെ പിന്നിലുണ്ടാവാന്ന് അത്രേ പറഞ്ഞു. അത് ഈ കാന്തപുരം അതിന്റെ ആളാണോ അല്ലേ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? അയാൾ ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളല്ലോ, അപ്പൊ അയാൾക്ക് കുറച്ചുകൂടി അറിയും. അപ്പൊ അയാൾ പറഞ്ഞത് ഐക്യത്തിന് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവും കൂടുതലായി ശ്രമിക്കാം. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ഏകദേശം ശരിവെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് അന്ന് കൂടുതൽ ഇടപഴകിയത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ടാവാം. മാധ്യമങ്ങൾ ചോദിച്ചു, പുത്തൻ പ്രസ്ഥാനക്കാരാണോ അതിന് പിന്നിൽ
അത് ചോദിച്ചപ്പോൾ അവരുമുണ്ടാകാം, അവരല്ലാത്ത ചിലരുമുണ്ടാവാം എന്ന് ജിഫ്രി തങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. ആ അവരല്ലാത്ത ചിലർ ആരാണ്? ഇതിൻ്റെ ഉത്തരമാണ് ഇന്നലെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഫേസ്ബുക്ക് വാളിൽ ഉള്ളത്. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ചില സുന്നി ഐക്യ ചർച്ചകളിൽ സംഭവിച്ചത് എന്തായിരുന്നു, കഴിഞ്ഞ ചില സുന്നി ഐക്യ ചർച്ചകളിൽ സംഭവിച്ചത് എന്തായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സുന്നി ഐക്യം തടയിടുന്നത്, അത് ഒരിക്കലും നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത്, അവസാന ഘട്ടത്തിൽ അതിന് പാരവെച്ചത്, ഇത് ആരാണ് എന്ന് പേര് മാത്രം അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഹമീദ് ഫൈസി ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ പറയുന്നുണ്ട്. അതായത് ഏകദേശം സുന്നി ഐക്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീരുമാനമായി, സുന്നി ഐക്യം ഏകദേശം റെഡിയായി എന്ന് കണ്ടപ്പോൾ ഒരു കോൾ വരികയാണ്. ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ഇതിൻ്റെ സമിതിയിലെ അംഗങ്ങൾക്ക് ഈ ഐക്യം ഒരിക്കലും നടക്കരുത് എന്ന രൂപത്തിലാണ്. അങ്ങനെ നടന്നാൽ പലതും സംഭവിക്കും, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പലതും ഉണ്ടാകുമെന്ന ഭീഷണി സ്വരത്തിലായിരുന്നു ആ കോൾ വന്നത്. അതാരാണ് അങ്ങനെ ചെയ്തത് എന്ന് മുമ്പ് പാനൂർ തങ്ങളുടെ മകൻ സയ്യിദ് മഖ്ദൂം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് നമ്മളത് പറഞ്ഞതാണ്. അപ്പോൾ ആ വ്യക്തിത്വങ്ങളുടെ പേരിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, നിങ്ങൾക്കത് അറിയാമായിരിക്കും. എന്തായാലും ഇതൊക്കെ ജനങ്ങളോട് തുറന്നു പറയാൻ ഇപ്പോൾ ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇനി കൃത്യമായിട്ട് ആരാണ് ആ വിഭാഗം എന്ന് പേര് സഹിതം ജനങ്ങളുടെ മുന്നിൽ അവരെ തുറന്നു കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ സുന്നി ഐക്യത്തെ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഒരു സുന്നിയായ മനുഷ്യൻ, യഥാർത്ഥത്തിൽ സുഹാബിയല്ല വഹാബിയുമല്ല, സുന്നിയായ യഥാർത്ഥ സുന്നികൾക്ക് സുന്നി ഐക്യം പൂവണിയണം എന്ന് തന്നെയാണ് ആഗ്രഹം. എന്നാൽ രണ്ട് വിഭാഗത്തിലുമുണ്ട് ഇത് നടക്കരുത് എന്നാഗ്രഹിക്കുന്ന, ഒരിക്കലും ഒന്നിക്കരുത് എന്നാഗ്രഹിക്കുന്ന വിഭാഗങ്ങൾ. തുലവും വിരളമായ വിഭാഗമാണ്. ഒന്ന് എ പി വിഭാഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില കള്ളത്തൊരീക്കത്തുകാരും മറ്റുമൊക്കെ അത് ആഗ്രഹിക്കുന്നവരായിരിക്കാം, അങ്ങനെയാണ് നമ്മുടെ അനുമാനം. അവരുടെ പേരിൽ, അതായത് എ പി വിഭാഗത്തിൻ്റെ പേരിൽ പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ. നമ്മുടെ സമസ്തയുടെ ഭാഗത്തു നിന്നാകുമ്പോൾ ഉള്ളിൽ സുന്നിസമില്ലാത്ത, സുന്നത്ത് ജമാഅത്തിനോട് തരിമ്പ് പോലും കൂറില്ലാത്ത തനി രാഷ്ട്രീയക്കാരായ, രാഷ്ട്രീയത്തിന് വേണ്ടി സംഘടനയിൽ കൂടിയ, ആ സംഘടനയുടെ പല ആനുകൂല്യങ്ങളും പറ്റുന്ന, അതിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം സംഘടനയെ ചലിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന ആളുകൾ, അവരെയാണ് നമ്മൾ സുഹാബികൾ എന്ന് വിളിക്കുന്നത്. അതായത് വഹാബികളോട് താദാത്മ്യം പുലർത്തുന്ന, അവരോട് കൂടുതൽ അടുപ്പം പുലർത്തുന്ന, ആശയങ്ങളിലും അവരോട് അടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇത്തരം ആളുകൾക്ക് ഇത് ഒന്നാകുന്നത് തീരെ ദഹിക്കാത്ത കാര്യമാണ്. ഈ രണ്ട് പ്രസ്താവനകളും വന്നതിന് ശേഷം, ഹമീദ് ഫൈസിയുടെയും മുസ്തഫ മുണ്ടുപാറയുടെയും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷം അതിനെതിരെ ഇവരുടെ ഗ്രൂപ്പുകളിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ചോദിക്കുന്ന കാര്യങ്ങൾ ഇവരോട് തന്നെ ആദ്യം ഒന്ന് ചോദിച്ചു നോക്കണം. കാരണം ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കൈപിടിച്ചു മുത്തുന്ന അബ്ദുസമദ് പൂക്കോട്ടൂരിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് പ്രസംഗിക്കുന്ന അബ്ദുറഹ്മാൻ കല്ലായിയെ ഈ അടുത്ത് നമ്മൾ കണ്ടു. അവരിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ആർക്കാണ് ഇത് ഇഷ്ടപ്പെടാത്തത്? ഈ പേടുകളായ ചില വാഫികൾക്കും ചില ഉദവികൾക്കുമാണോ? അവരാണിപ്പോൾ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ജബ്ബാർ ഹാജി, അദ്ദേഹവും ഈ അടുത്തായിട്ട് കാന്തപുരം വിഭാഗത്തിനെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും, അതായത് ഇവർ ചോദിക്കുന്നത് കാന്തപുരം അത് ചെയ്തത് നിങ്ങൾ അംഗീകരിക്കുമോ, ഇത് ചെയ്തത് നിങ്ങൾ അംഗീകരിക്കുമോ എന്നെല്ലാം ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യം ജബ്ബാർ ഹാജിയോടും നിങ്ങളുടെ നേതാക്കളായ അബ്ദുസമദ് പൂക്കോട്ടൂരിനോടും അതുപോലെ അബ്ദുറഹ്മാൻ കല്ലായിയോടുമൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് ചോദിക്കുക. എന്നിട്ട് ഹമീദ് ഫൈസിയുടെയും അതുപോലെ തന്നെ മുസ്തഫ മുണ്ടുപാറയുടെയും അടുത്തേക്ക് നിങ്ങൾ പോയാൽ മതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ മഹാനായ ശംസുൽ ഉലമ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ആ ശംസുൽ ഉലമയോട് നിങ്ങൾ ചോദിക്കണ്ടേ, കാന്തപുരം അത് ചെയ്തത് നിങ്ങൾ അംഗീകരിക്കുമോ, കാന്തപുരം ഇത് ചെയ്തത് നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് ചോദിക്കണ്ടേ? മുഷാവറ ഇതിനായി സമിതിയെ രൂപീകരിച്ചു പറഞ്ഞയച്ചപ്പോൾ അവിടെ നിങ്ങൾ ചോദ്യം ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹമീദ് ഫൈസിയും മുസ്തഫ മുണ്ടുപാറയും ഒക്കെ പറയുമ്പോൾ മാത്രം അതിന്
നിങ്ങൾക്ക് അരോചകമുണ്ടാകുന്നത് നിങ്ങളുടെ ഉള്ളിലെ വഹാബിസമാണ്, അത് നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നും പ്രവർത്തിപ്പിക്കുന്നത് എന്നും നന്നായിട്ട് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കും. കാരണം സുന്നികൾ ഒന്നാകുക എന്നുള്ളത് ആഗ്രഹിക്കാത്തവർ ഇവിടുത്തെ വഹാബികളാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അംശം ഉള്ളിലുള്ള ആളുകൾക്കും ഈ അസ്വാരസ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ സുഹാബികൾ എന്ന് വിളിക്കുന്നത് തന്നെ. അതുകൊണ്ട് ആ ഉള്ളിലെ വഹാബിസത്തെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾ സമസ്തയോട് അകന്നുകൊണ്ടിരിക്കും. സമസ്തയോടും സുന്നത്ത് ജമാഅത്തിനോടും നിങ്ങൾ അകന്നുകൊണ്ട്, അത് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ഒരാൾ വഴിതെറ്റുന്നതിൻ്റെ ആദ്യത്തെ പടിയെന്ന് പറയുന്നത് സമസ്തയോട്, ആ സംഘടനാ സംവിധാനത്തിൽ നിന്ന് അകന്നു പോവുക എന്നുള്ളതാണ്, അതിനോട് വെറുപ്പുണ്ടാകുക എന്നുള്ളതാണ്. പിന്നീടാണ് നവീന ആശയങ്ങളിലേക്ക് എത്തിച്ചേരുക. ആരും ഇവിടെ ഫസ്റ്റ് വന്നിട്ട് ഞാൻ വഹാബിയാണ് എന്ന് പറഞ്ഞിട്ട് ആരും പരിചയപ്പെടുത്തിയിട്ടില്ല. KM മൗലവി അടക്കമുള്ള ആളുകൾ പതിയെ പതിയെ, അദ്ദേഹം തലപ്പാവ് ധരിച്ചിരുന്ന, തൊപ്പിയിട്ടിരുന്ന, ജുബ്ബ ധരിച്ചിരുന്ന, മക്കാമുകൾ സിയാറത്ത് ചെയ്തിരുന്ന, എല്ലാം ചെയ്തിരുന്ന ആളായിരുന്നു. പതിയെ പതിയാണ് എല്ലാ വഹാബികളും വഹാബിസത്തിലേക്ക് പോയത്. ഇപ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ജനറേഷൻ ഒഴികെ ഓരോ പുത്തൻ പ്രസ്ഥാനത്തേക്കും ഇതുപോലെയാണ് ആളുകൾ പോയിട്ടുള്ളത്. പതിയെ പതിയെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. ആദ്യം തൊപ്പി ഊരിവെക്കാൻ തുടങ്ങും, പിന്നെ ഡ്രസ്സിങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലാണെങ്കിലുമൊക്കെ വഹാബികളും മറ്റു പുത്തൻവാദികളുമൊക്കെ പതിയെ പതിയാണ് ഇപ്പോൾ കാണുന്നവരുടെ രൂപത്തിൽ എത്തിയത്. അല്ലാതെ ഇതുപോലൊരു വഹാബിയായിട്ട് ആരും പിറന്നു വീണതല്ല, വഹാബിസം പിന്നെ ഉണ്ടായതാണ്. ഇതുപോലെ തന്നെയാണ് സുഹാബികൾ സമസ്തയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജാഗ്രതയോടെ കാണേണ്ടതാണ്. അപ്പോൾ അതിലൊന്നും അകപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒപ്പം നിൽക്കാം. ഇപ്പോൾ കാന്തപുരം വിഭാഗത്തിനോട് നമുക്ക് സുന്നി ഐക്യം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. തങ്ങൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് ആലോചിക്കാനില്ല. അതിനോട് ഐക്യം പ്രഖ്യാപിക്കുക, അതിനെ സ്വാഗതം ചെയ്യുക, അത് ആഗ്രഹിക്കുക എന്നതാണ് നമ്മുടെയും ദൗത്യം. ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, ഒരുപാട് സുന്നി പ്രവർത്തകർ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ AP വിഭാഗത്തിൻ്റെ അനുയായികളായിട്ടുണ്ട്. ഒരുപാട് ഇഖ്ലാസുള്ള നല്ല നല്ല ഉസ്താദുമാരും നല്ല നല്ല സാധാരണക്കാരും നല്ല ആളുകൾ ആ വിഭാഗത്തിലുമുണ്ട്. അവരൊക്കെ ആഗ്രഹിക്കുന്നത് സുന്നികൾ എക്കാലത്തും ഒന്നായി പോകണമെന്നാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് അതെന്താ ചെയ്യുക, ഇതെന്താ ചെയ്യുക, അതിനൊക്കെ സമസ്ത ഒരു ഫോർമുല വെക്കും, അതിനൊക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കും. അതല്ലേ സമസ്തത്തിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതൊക്കെ കണ്ടിട്ടല്ലേ സമസ്ത മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരം ശക്തികളെ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.